അല്ലേ? ആദ്യത്തെ ചോദ്യം ഇതാണ്, അരമീറ്റർ എത്ര സെന്റിമീറ്റർ ആണ്? അരമീറ്റർ എന്നത് 50 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ എത്രയാണ്? 100 സെന്റിമീറ്റർ. മറക്കല്ലേ. അടുത്ത ചോദ്യം ഇതാണ്, 2438 എത്ര ആയിരങ്ങൾ ഉണ്ട്? 2438 2 ആയിരങ്ങളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ, 2438 എത്ര ഒന്നുകളുണ്ട്? അതെ, 2438 ഒന്നുകൾ ഉണ്ട്. ആൻഡ് ഹൗ മെനി ടെൻസ്? യെസ്, 243 ടെൻസ്. 243 പത്തുകളാണ് ഉള്ളത്. എത്ര നൂറുകളുണ്ട്? 24 നൂറുകൾ, 24 ഹൺഡ്രഡ്സ്. 2 ആയിരങ്ങളും 2438 എന്ന സംഖ്യയിലുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഒരു ക്ലാസ് മുറിയുടെ നീളം 5 മീറ്ററും വീതി 4 മീറ്ററും ആയാൽ ചുറ്റളവ് എത്ര? എങ്ങനെയാണ് ചുറ്റളവ് കണ്ടുപിടിക്കുന്നത്? നീളം അധികം വീതി ഗുണനം 2. അപ്പോൾ നീളം തന്നിരിക്കുന്നത് 5 മീറ്റർ ആണ്, വീതി തന്നിരിക്കുന്നത് 4 മീറ്റർ ആണ്. 5 അധികം 4 9 ആണ്. 9 ഗുണനം 2 എന്നത് 18 ആണ്. 18 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഒരു പേനയ്ക്കും പെൻസിലിനും കൂടി 36 രൂപയാണ് വില. പേനയ്ക്ക് പെൻസിലിനേക്കാൾ 20 രൂപ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ പെൻസിലിന്റെ വില എത്ര? എങ്ങനെ കണ്ടുപിടിക്കാം? ചോദ്യം കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ വളരെ എളുപ്പമാണ്. നോക്കിക്കോളൂ, 36 രൂപയാണ് പേനയ്ക്കും പെൻസിലിനും കൂടി. അപ്പോ പേനയ്ക്ക് പെൻസിലിനേക്കാൾ 20 രൂപ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആകെയുള്ള വിലയിൽ നിന്ന് 20 രൂപ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 16 എന്ന ഉത്തരം ലഭിക്കും. പേന പെൻസിൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം അല്ലേ? അപ്പൊ 16 ഹരിക്കണം 2 ചെയ്താൽ പെൻസിലിന്റെ വില 8 രൂപയാണെന്ന് നമുക്ക് ലഭിക്കും. ഇനിയും സംശയമുണ്ടെങ്കിൽ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് ഉത്തരം ചെയ്യുന്നത് ഒന്നുകൂടി ടീച്ചറിനോടൊപ്പം തന്നെ നിങ്ങൾ നോട്ട് ബുക്കിൽ ചെയ്യുക. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്, 4444 എത്ര നൂറുകളുണ്ട്? ഹൗ മെനി ഹൺഡ്രഡ്സ് ആർ ദെയർ ഇൻ 4444? നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ? ഒരു സംഖ്യ തന്നാല് അതിന്റെ ഒന്നുകളും പത്തുകളും നൂറുകളും ആയിരങ്ങളും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്ക് ഉത്തരം എന്താണ് ലഭിക്കുന്നത്? 444 നൂറുകൾ, 444 ഹൺഡ്രഡ്സ്. ഇനി ഒരു GK ക്വസ്റ്റ്യൻ ആണ്. 0 കണ്ടുപിടിച്ച രാജ്യം ഏത്? 0 കണ്ടുപിടിച്ച രാജ്യം ഇന്ത്യയാണ്. ചോദ്യത്തിലേക്ക് പോയാലോ? ഭാരതത്തിന്റെ ഔദ്യോഗിക കലണ്ടർ ഏത്? ഭാരതത്തിന്റെ ഔദ്യോഗിക കലണ്ടർ എന്നത് ശകവർഷ കലണ്ടർ ആണ്. മറക്കല്ലേ, ശകവർഷ കലണ്ടർ. 10,000-ൽ എത്ര നൂറുകളുണ്ട്? 100 നൂറുകളാണ് 10,000-ൽ ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടെങ്കിൽ 10,000 എന്ന അക്കമായി നിങ്ങൾ തന്നിരിക്കുന്ന ഷീറ്റിൽ എഴുതി നോക്കുക. എന്നിട്ട് സ്ഥാനം മാർക്ക് ചെയ്യുക. അതായത് 1, 10, 100, 1000 അങ്ങനെ. 10,000-ൽ 100 നൂറുകളാണ് ഉള്ളത്. അടുത്ത ചോദ്യം ഇതാണ്, ഒരു ചതുരത്തിന്റെ നീളം 6 സെന്റിമീറ്ററും വീതി 4 സെന്റിമീറ്ററും ആയാൽ ആ ചതുരത്തിന്റെ ചുറ്റളവ് എത്ര? ചുറ്റളവ് കണ്ടുപിടിക്കുന്നതിനുള്ള വഴി നമ്മൾ ഓൾറെഡി പഠിച്ചു. നീളം പ്ലസ് വീതി ഗുണനം 2. അപ്പൊ തന്നിരിക്കുന്ന നീളം എന്നത് 6 സെന്റിമീറ്ററും വീതി 4 സെന്റിമീറ്ററുമാണ്. 6ഉം 4ഉം കൂട്ടിയാൽ നമുക്ക് 10 എന്ന ഉത്തരം ലഭിക്കും. 10നോട് 2 ഗുണിച്ചാൽ 20 സെന്റിമീറ്റർ എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? 20 സെന്റിമീറ്റർ. അടുത്ത ചോദ്യം ഇതാണ്, 1 കിലോഗ്രാം ഓറഞ്ചിന്റെ വില 80 രൂപയാണ് എങ്കിൽ 3 കിലോ ഓറഞ്ചിന്റെ വില എത്ര? എങ്ങനെ കണ്ടുപിടിക്കാം? 1 കിലോ ഓറഞ്ചിന്റെ വിലയോട് 3 ഗുണിച്ചാൽ നമുക്ക് ഉത്തരം ലഭിക്കും. അതായത് 80 ഗുണനം 3. ഉത്തരമായി നമുക്ക് ലഭിക്കുക 240 രൂപയാണ്. ഗുണിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ ഗുണിക്കാൻ.
ഒരു സ്ഥാനം മാറിപ്പോയാൽ പോലും നിങ്ങളുടെ ഉത്തരം തെറ്റായി പോകും. ശ്രദ്ധിക്കുമല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചർക്ക് താഴെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. ടീച്ചർ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സംശയം വിശദീകരിച്ചു തരുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.